ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ശ്രീമാത്രേ നമ. ദേവീ കവചം ശ്ലോകങ്ങൾ 6, 7, 8. അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമത്യഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗതാഃ. ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി. യൈസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തേഷാം വൃത്തിപ്രജായതേ പ്രേതസംസ്ഥാതു ചാമുണ്ട വാരാഹി മഹിഷാസന. അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമത്യഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗതാഃ. ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി. യൈസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തേഷാം വൃത്തിപ്രജായതേ പ്രേതസംസ്ഥാതു ചാമുണ്ട വാരാഹി മഹിഷാസന. അഗ്നിന അഗ്നിയാൽ ദഹ്യമാനസ്തു ദഹിപ്പിക്കപ്പെട്ട ശത്രുമധ്യഗതോ ശത്രുക്കളുടെ ഇടയിൽ അകപ്പെട്ടവൻ രണേ യുദ്ധത്തിൽ ഭയാർത്ത ഭയത്താൽ അർത്ഥനായ ശരണം ഗത ശരണം പ്രാപിച്ചാൽ തേഷാം അവർക്ക് കിഞ്ചിത് അശുഭം ന ജായതേ അല്പം പോലും അശുഭം ഉണ്ടാവുകയില്ല. തസ്യ അവന് ആപദം ആപത്ത് ന പശ്യാമി കാണുന്നില്ല നഹി ഇല്ല. യൈസ്തു ഏതൊരുവനാൽ ഭക്ത്യാ സ്മൃത ഭക്തിയോടെ സ്മരിക്കപ്പെടുന്ന തേഷാം അവർക്ക് ഇർത്തി അഭിവൃദ്ധി അതായത് മേന്മ പ്രജായതേ ഉണ്ടാകുന്നു നൂനം തീർച്ചയായും. അഗ്നിയിൽ അകപ്പെട്ടവനാകട്ടെ ശത്രുക്കളുടെ മധ്യത്തിൽ അകപ്പെട്ടവനാകട്ടെ വിഷമകരവും ദുർഗമവുമായ യുദ്ധക്കളത്തിൽ അകപ്പെട്ടവനാകട്ടെ ഭയം കൊണ്ട് ആർത്തരായവരാകട്ടെ ദേവിയെ ശരണം പ്രാപിച്ചാൽ അവർക്ക് അല്പം പോലും അശുഭം ഉണ്ടാകുന്നില്ല. ശോകമോ ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല. യാതൊരുവനാണോ ഭക്തിയോടുകൂടി ദേവിയെ സദാ സ്മരിക്കുന്നത് അവർക്ക് തീർച്ചയായും മേന്മ ഉണ്ടാകുന്നു. ഇവിടെ ചില ശ്ലോകങ്ങളിൽ ആദ്യത്തെ വരിയുടെ രണ്ടാമത്തെ പകുതിയും അടുത്ത വരിയിലെ ആദ്യത്തെ 2 വരിയും കൂടി ചേർത്ത് മാത്രമേ അർത്ഥം പറയാൻ പറ്റൂ. ഇവിടെ 8ാമത്തെ ശ്ലോകത്തിൽ അങ്ങനെയാണ്. 8ാമത്തെ ശ്ലോകത്തിൽ യസ്തു ഭക്ത്യാ സ്മൃതാ നൂനം കഴിഞ്ഞ് അടുത്തത് ശബാരാഹി മഹിഷാസന. ആ ശ്ലോകം സപ്തമാതൃക്കളെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അത് അടുത്ത ശ്ലോകത്തിൽ സപ്തമാതൃക്കളെ എല്ലാവരെയും ഒരുമിച്ച് അത് പറയാൻ പറ്റും. അതുപോലെ ചില പുസ്തകങ്ങളിൽ ചില ശ്ലോകങ്ങൾ വ്യത്യാസപ്പെട്ടും കാണുന്നുണ്ട്. അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമത്യഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗതാഃ. ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി. യൈസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തേഷാം വൃത്തിപ്രജായതേ പ്രേതസംസ്ഥാതു ചാമുണ്ട വാരാഹി മഹിഷാസന. ഓം ശ്രീമാത്രേ നമഃ.